നമസ്കാരം. എല്ലാവർക്കും ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് കേരള സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ബോർഡ് അഥവാ കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വയ്ക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഇതാണ് കേരള കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ബോർഡ് അഥവാ കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ തന്നെ മുകളിലത്തെ ടാബിൽ ഡൗൺലോഡ്സ് എന്നൊരു സെക്ഷൻ കാണാം. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായി നോട്ടിഫിക്കേഷൻസ് ആൻഡ് ഫോംസ് എന്നൊരു സെക്ഷൻ കാണാം. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു പേജ് ആയിരിക്കും ഓപ്പണായി വരിക. നോട്ടിഫിക്കേഷൻസ് ആൻഡ് ഫോംസ് എന്ന് പറയുന്നൊരു പേജാണ് ഓപ്പണായി വരിക. ഈ പേജിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ 3 PDF ഫയലുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് ആദ്യത്തേത് നോട്ടിഫിക്കേഷൻ, രണ്ടാമത്തേത് ആപ്ലിക്കേഷൻ ഫോം, മൂന്നാമത്തേത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. ഇത് മൂന്നും ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഈ ഫയലുകളിലേക്ക് വരാം. നമുക്ക് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു 3 PDF ഫയലുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. ഇതിൽ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന PDF ഫയൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ഫയലായിരിക്കും ലഭിക്കുക. ഇതാണ് ഒക്ടോബർ 5, 2020 കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡ് പുറപ്പെടുവിച്ച ഒരു ജോബ് നോട്ടിഫിക്കേഷൻ. ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്പർ, ഈ ഒരു വിജ്ഞാപനത്തിൻ്റെ നമ്പർ 1/2020 ആണ്. അതുപോലെ ആദ്യം തന്നെ നൽകിയിട്ടുണ്ട് അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 22/10/2020, അതായത് ഒക്ടോബർ 22 വൈകുന്നേരം 5 മണിക്ക് മുൻപായി ഇതിൽ പറയുന്ന ഒഴിവുകളിലേക്കുള്ള അപേക്ഷകൾ ആ ഒരു സമയത്തിനുള്ളിൽ അവർക്ക് ഓഫ്ലൈനായാണ് ലഭിക്കേണ്ടത്, പോസ്റ്റിലായാണ് നിങ്ങൾ അയക്കേണ്ടത്. അതിന്റെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഈ ഒരു നോട്ടിഫിക്കേഷനിൽ താഴ്ഭാഗത്തായി നൽകിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടക്കാം. നോട്ടിഫിക്കേഷന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിയമന രീതി അത്തരത്തിലായിരിക്കുമെന്ന്. അതായത് ഒരു എഴുത്ത് പരീക്ഷ ഉണ്ടായിരിക്കും 100 മാർക്കിന്റെ, അതോടൊപ്പം തന്നെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അതിന് 20 മാർക്കായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ഈ ഒരു 100 മാർക്കിലും അതുപോലെ തന്നെ ഈ ഒരു ഇന്റർവ്യൂവിന്റെ 20 മാർക്കിലും ലഭിക്കുന്ന മാർക്കുകൾ കൂട്ടിയായിരിക്കും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് ലിസ്റ്റ് പുറത്തിറക്കുക. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ ഒഴിവുകളാണ് നിലവിലുള്ളത് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ കാറ്റഗറി നമ്പർ 1/2020 ആണ്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്നൊരു വാക്കൻസിയാണ്. അതിലേക്ക് ഒരു വാക്കൻസിയാണ് നിലവിലുള്ളത്. ഈ ഒരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റിന് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് 27,800 രൂപ മുതൽ 59,400 രൂപ വരെ ആയിരിക്കും. ഈ ഒരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററിന് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ ബിടെക് ബിരുദമാണ്. അതുമല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ക്വാളിഫിക്കേഷനുകൾ വേണം. അതായത് കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്നിവയിൽ ബിടെക് ബിരുദം ഇല്ലാത്തവർക്കാണ് ഈ പറയുന്ന ക്വാളിഫിക്കേഷനുകൾ ആവശ്യം. ഇത് പറഞ്ഞ പോലെ MCA അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജിയോ അതോടെ തന്നെ ഇതിൽ പറയുന്ന റെഡ് ഹാറ്റ് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള ഇതിൽ പറയുന്ന മറ്റുള്ള പ്രവൃത്തി പരിചയത്തിന്റെ കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഈ ഒരു മേഖലയിൽ പഠിച്ചവർക്കും അതോടെ തന്നെ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും ഈ ഒരു ഭാഗം വായിച്ചാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ കറക്റ്റായി വായിച്ചു നോക്കുക. ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു ജോബ് കാറ്റഗറി നമ്പർ വരുന്നത് 2/2020 ആണ്. അതായത് LD ക്ലർക്ക് എന്നൊരു പോസ്റ്റാണ്. 13 ഒഴിവുകളാണ് നിലവിലുള്ളത്. ഈ ഒരു പോസ്റ്റിന് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് 19,000 രൂപ മുതൽ 43,600 രൂപ വരെയായിരിക്കും. ഇതിൽ 2 ഒഴിവുകൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും ഒരു വേക്കൻസി വികലാംഗർക്കുമായി സംവരണം ചെയ്തിരിക്കുകയെന്ന് പറയുന്നത്. അങ്ങനെ മൊത്തത്തിൽ 13 ഒഴിവുകളാണ് നിലവിലുള്ളത്. ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ അഥവാ യോഗ്യത വേണ്ടത് അംഗീകൃത സർവകലാശാല ബിരുദവും HDC അല്ലെങ്കിൽ JDC അതുമല്ലെങ്കിൽ BSc കോർപ്പറേഷൻ, ബാങ്കിംഗ് ഓർ BCom തത്തുല്യ യോഗ്യത, കൂടാതെ 6 മാസത്തിൽ കുറയാതെ കാലദൈർഘ്യമുള്ള അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സും പാസ്സായിരിക്കണമെന്നാണ് ഈ ഒരു LD ക്ലർക്കിന് വേണ്ട യോഗ്യതയായി ഇവർ പറയുന്നത്. ഈ ഒരു ഭാഗം നിങ്ങൾ കറക്റ്റായി വായിച്ചു നോക്കുക. നിങ്ങൾ യോഗ്യരാണെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത ജോബ് കാറ്റഗറി വരുന്നത് 3/2020 ആണ്. അറ്റൻഡർ വേക്കൻസിയാണ്. അത് 2 വേക്കൻസികളാണ് നിലവിലുള്ളത്. ഈ ഒരു അറ്റൻഡർ പോസ്റ്റിന് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് 17,000 രൂപ മുതൽ 37,500 രൂപ വരെ ആയിരിക്കും. 10ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധന. അപ്പോൾ 10ാം ക്ലാസ് പാസ്സായ ആളുകൾക്ക് ഈ ഒരു അറ്റൻഡർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത ജോബ് കാറ്റഗറി നമ്പർ വരുന്നത് 4/2020 പ്യൂൺ ആണ്. 4 വേക്കൻസികളാണ് നിലവിലുള്ളത്. 16,500 രൂപ മുതൽ 35,700 രൂപ വരെ ആയിരിക്കും പ്യൂൺ എന്ന ഈ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി. ഇതിൽ ഒരു ഒഴിവ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്തിരിക്കുന്നതെന്നും കറക്റ്റായി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു പ്യൂൺ വേക്കൻസിക്ക് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 7ാം ക്ലാസ് പാസ്സായവർക്ക് പ്യൂൺ എന്ന ഈ ഒരു വേക്കൻസിയിലേക്കും അതുപോലെ തന്നെ 10ാം ക്ലാസ് പാസ്സായവർക്ക് അറ്റൻഡർ എന്ന വേക്കൻസിയിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. 7ാം ക്ലാസും 10ാം ക്ലാസും ഉള്ളവർക്ക് 2ലേക്കും അപേക്ഷിക്കാം. അതിന് 2 അപേക്ഷാ ഫോം നിങ്ങൾ ഫില്ലപ്പ് ചെയ്യണമെന്ന് മാത്രം. അതിന്റെ അപേക്ഷാ ഫോമും കാര്യങ്ങളും എല്ലാം ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതിന്റെ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പറയുന്ന ജോബ് കാറ്റഗറിയും അതിന്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് വന്ന് അതിന്റെ വിദ്യാഭ്യാസ യോഗ്യതയും നിങ്ങൾ ഈ ഒരു ഭാഗത്ത് വന്ന് നിങ്ങൾ കാറ്റഗറി നമ്പർ എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഏതിലേക്കാണ് അപേക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ രേഖപ്പെടുത്തി വെക്കുക. നോട്ടിഫിക്കേഷൻ താഴോട്ട് വന്നു കഴിഞ്ഞാൽ പ്രായപരിധി പറഞ്ഞിട്ടുണ്ട്. 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ
പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഏജ് റിലാക്സേഷൻ 5 വർഷത്തെ ഇളവും അതോടൊപ്പം തന്നെ മറ്റു പിന്നാക്ക വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും 3 വർഷത്തെ ഇളവും വികലാംഗർക്ക് 10 വർഷത്തെ ഇളവും ലഭിക്കുമെന്നും ഇതിൽ പറഞ്ഞു. പിന്നെ ഒരു ഫീസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ജനറൽ കാറ്റഗറിയിലും അതുപോലെ തന്നെ വയസ്സ് ഇളവ് ലഭിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർക്കും ഒരു കാറ്റഗറിക്ക് 250 രൂപ അപേക്ഷാ ഫീസാണ് അടയ്ക്കേണ്ടത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് ഒരു കാറ്റഗറിക്ക് 100 രൂപയാണ് ഫീസായി അടയ്ക്കേണ്ടത്. ഒന്നിൽ കൂടുതൽ കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കുന്നതിന് പ്രത്യേകം അപേക്ഷാ ഫോറവും നിശ്ചിത തുകയ്ക്കുള്ള ഡിമാൻഡ് ഡ്രാഫ്റ്റും അതായത് DD-യും സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷാ ഫീസ് കേരള സംസ്ഥാന സഹകരണ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക് എന്നീ ബാങ്കുകളിൽ നിന്നും കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡ് സെക്രട്ടറിയുടെ പേരിൽ തിരുവനന്തപുരത്ത് ക്രോസ് ചെയ്ത് CTS പ്രകാരം മാറാവുന്ന വിജ്ഞാപന കാലയളവിൽ എടുക്കുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ബാങ്കുകളിൽ നിന്നും ആണ് നിങ്ങൾ കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡ് സെക്രട്ടറിയുടെ പേരിൽ മാറാവുന്ന DD എടുത്ത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ബാങ്കുകളിൽ നിന്ന് മാത്രമാണ് നിങ്ങൾക്ക് DD അയക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ അപേക്ഷയും അനുബന്ധങ്ങളും ബോർഡ് നിശ്ചയിച്ചിട്ടുള്ള മാതൃകയിൽ തന്നെ 22/10/2020 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിൽ ലഭിക്കേണ്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒക്ടോബർ 22 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി നിങ്ങളുടെ ഈ ഒരു അപേക്ഷകൾ നിങ്ങൾ അവിടെ സമർപ്പിക്കേണ്ടതാണ്. ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് അയക്കാവുന്നതാണ്. അപ്പോൾ ഈ DD അയക്കേണ്ടത് ഏതൊക്കെ ബാങ്കുകളിൽ നിന്നാണെന്ന് ഇതിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫീസിന്റെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ചു നോക്കുക. അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അപേക്ഷയോടൊപ്പം തന്നെ വിദ്യാഭ്യാസ യോഗ്യത, തന്നെ പ്രവൃത്തി പരിചയം, ജാതി, വിമുക്തഭടൻ, വികലാംഗർ എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സ്വയം സാക്ഷ്യപ്പെടുത്തി നിങ്ങൾ അതിനോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങളുടെ യോഗ്യതകൾക്കനുസരിച്ച് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ നിങ്ങൾ ഈ ഒരു അപേക്ഷാ ഫോമിനോടൊപ്പം വെക്കേണ്ടതാണ്. അപേക്ഷാ ഫോം മുൻപ് കാണിച്ച പേജിൽ തന്നെയുണ്ട്. അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. മാത്രമല്ല അപേക്ഷകൾ നേരിട്ടോ അല്ലെങ്കിൽ പോസ്റ്റിലായോ ജോയിന്റ് രജിസ്ട്രാർ അല്ലെങ്കിൽ സെക്രട്ടറി, കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡ്, ഹെഡ് ഓഫീസ്, TC 25/357-4, കാന്താരിയമ്മൻ കോവിൽ റോഡ്, സ്റ്റാച്യു, തിരുവനന്തപുരം 695000 എന്ന വിലാസത്തിലാണ് നിങ്ങൾ അയക്കേണ്ടത്, പോസ്റ്റിലായിട്ട് അയക്കേണ്ടത്. അപ്പോൾ ഒക്ടോബർ 22 5 മണിക്ക് മുൻപേ തന്നെ നിങ്ങൾ ഈ ഒരു അപേക്ഷ എത്തുന്ന രീതിയിൽ അയക്കുക. എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക. ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പറയുന്നത്. ഈ നോട്ടിഫിക്കേഷന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്ത് വ്യക്തമായി വായിച്ചു നോക്കാവുന്നതാണ്. വീണ്ടും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഫോമിന്റെ താഴെയുള്ളത് ആപ്ലിക്കേഷൻ ഫോമാണ്. നിങ്ങൾക്ക് ഈ ഒരു ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോമാണ് ഓപ്പൺ ആയി വരിക. ഇതിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. ഈ ഒരു അപേക്ഷാ ഫോമിലാണ് നിങ്ങൾ അപേക്ഷകൾ പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ 10ാം ക്ലാസ് പാസ്സായവരാണെങ്കിൽ അവർക്ക് അറ്റൻഡറിന്റെയും അതോടൊപ്പം തന്നെ പ്യൂണിന്റെ വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള അതിനനുസരിച്ചുള്ള ഫീസും അടക്കേണ്ടി വരും. അത് ആ നോട്ടിഫിക്കേഷനിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ അത് വായിച്ചു നോക്കുക. അപ്പോൾ ഈ ഒരു അപേക്ഷാ ഫോമിലാണ് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുത്തേണ്ടത്. മാത്രമല്ല ഇതിൽ നിങ്ങൾ രേഖപ്പെടുത്തുന്ന കാര്യങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ കയ്യിലുണ്ടെങ്കിൽ അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ കൂടി നിങ്ങൾ ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു അപേക്ഷാ ഫോമിന്റെ ലിങ്ക് താഴെ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കറക്റ്റായിട്ട് പൂരിപ്പിക്കാവുന്നതാണ്. ഈ ഒരു അപേക്ഷാ ഫോമാണ് നിങ്ങൾ പോസ്റ്റിലായിട്ട് അയക്കേണ്ടത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ. വീണ്ടും തിരികെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നൊരു സെക്ഷൻ കാണാം. ആ നോട്ടിഫിക്കേഷൻ പറയുന്നത് പോലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഈ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ഓപ്പൺ ആയി വരിക. ഈ ഒരു ഫോമിലാണ് നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണോ വർക്ക് ചെയ്തിരുന്നത് ആ സ്ഥാപനത്തിൽ നിന്നും ഈ ഒരു ഫോമിലാണ് നിങ്ങൾ ഫില്ലപ്പ് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇതിന്റെ മാതൃകയും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് താഴെ നൽകുന്നതായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇതിൽ ഫില്ലപ്പ് ചെയ്ത് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഉള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അതായത് 7ാം ക്ലാസ് മുതൽ BTech യോഗ്യത ഉള്ളവർക്ക് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകളാണ് നിലവിൽ കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിലുള്ളത്. ഒക്ടോബർ 22 വൈകുന്നേരം 5 മണിക്ക് മുമ്പേ തന്നെ നിങ്ങൾ പോസ്റ്റിലായിട്ട് അപേക്ഷിക്കാൻ ശ്രമിക്കുക. പോസ്റ്റിലായതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഇതൊരു നല്ലൊരു അവസരമാണ്. കാരണം 7ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് മുതൽ BTech യോഗ്യത ഉള്ളവർക്ക് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകളാണ് നിലവിലുള്ളത്. ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുക. കാരണം ഇതിൽ പറയുന്ന ക്വാളിഫിക്കേഷനുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അവർക്കൊന്നും ഈ ഒരു അവസരം നഷ്ടപ്പെടാതിരിക്കട്ടെ. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.